ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യുക എന്ന ശീർഷകത്തോടെ ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം. പ്രഭാഷണങ്ങൾ ജനങ്ങളോടാണ്, പ്രാർത്ഥനകൾ ദൈവത്തോടാണ്, സ്തുതികൾ ദൈവത്തോടും ജനങ്ങളോടും ആണ് എന്നൊരു ചൊല്ലുണ്ട്. ഇത് വളരെ നല്ല ഒരു ചൊല്ലാണെന്ന് തോന്നിയതിനാലാണ് ഞാൻ അത് മനഃപാഠമാക്കിയത്. നിങ്ങൾ അതിൽ സമ്മതിക്കുന്നില്ലേ? സ്വർഗീയ പാപികളെ കണ്ടെത്തുന്നതിനായി ദൈവവചനം എത്തിക്കുന്നതിനാണ് പ്രഭാഷണങ്ങളാണെന്നും, പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതിനാണെന്നും, സ്തുതികൾ ദൈവത്തിന്റെയും ജനങ്ങളുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുന്നതിനാണ് എന്നും ആളുകൾ പറയുന്നു. നമുക്ക് യെശയ്യാവ് 62-ാം അധ്യായത്തിലെ ദൈവത്തെ സ്തുതിക്കുക എന്ന പ്രവചനത്തെക്കുറിച്ച് ആദ്യം നോക്കാം. നമുക്ക് യെശയ്യാവ് 62-ാം അധ്യായത്തിലേക്ക് പോകാം. 62-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത്. ലോകത്തിൽ നിന്ന് മഹത്വവും സ്തുതിയും ലഭിക്കുന്നതിനാണ് ദൈവം യെരൂശലേമിനെ സ്ഥാപിക്കുമെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഗലാത്യരുടെ പുസ്തകം അനുസരിച്ച് യെരൂശലേം ആരെയാണ് സൂചിപ്പിക്കുന്നത്? യെരൂശലേം നമ്മുടെ മാതാവിനെ പരാമർശിക്കുന്നുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ദൈവത്തെക്കുറിച്ച് കണ്ടെത്താം. നമുക്ക് മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം നോക്കാം. മത്തായി 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു പറയുന്നു: അവരോട് തുല്യരാകരുത്. ദൈവം നമുക്ക് ആരാണ്? അവിടുന്ന് നമ്മുടെ പിതാവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ദൈവം നമ്മുടെ പിതാവാണ്. വാക്യം 9: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ദൈവത്തിന്റെ നാമം യഥാർത്ഥത്തിൽ വിശുദ്ധീകരിക്കപ്പെടണം. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കണം, പ്രശംസ അർഹിക്കുന്ന വിഷയമായിരിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ എന്ത് വിളിക്കണമെന്നാണ് യേശു നമ്മോട് പറഞ്ഞത്? ദൈവത്തെ നമ്മുടെ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു നമ്മെ പഠിപ്പിച്ചു. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഗലാത്യർ 4-ാം അധ്യായം കൂടി നോക്കാം. ഗലാത്യർ 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം താനുമായുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെ നിർവചിച്ചുവെന്ന് നമുക്ക് നോക്കാം. മീതെയുള്ള യെരൂശലേമോ, അതിനർത്ഥം സ്വർഗത്തിൽ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ. അവൾ ആരാണ്? നമ്മുടെ അമ്മ. തീർച്ചയായും നമുക്ക് സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും ഉണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും നമുക്ക് ഉറച്ച വിശ്വാസം ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തിന് സ്തുതിയും മഹത്വവും നൽകാൻ കഴിയും, അല്ലേ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊസ്തലനായ യോഹന്നാൻ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ദൂതൻ അവനെ വിശുദ്ധനഗരമായ യെരൂശലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവരുന്നതായി കാണിച്ചു. കുഞ്ഞാടിന്റെ കാന്തയുടെ പ്രതീകമായി ദൂതൻ യെരൂശലേമിനെ കാണിച്ചു. അപ്പസ്തോലനായ യോഹന്നാൻ യെരൂശലേമിന്റെ യാഥാർത്ഥ്യം കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും അവന് കഴിഞ്ഞില്ല. ഇന്നത്തെ നമ്മുടെ കാര്യം എങ്ങനെയാണ്? നാം അവിടുത്തെ കാണുന്നില്ലേ? ഇത് പരിഗണിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരിക്കുന്നത് എത്ര മഹത്തരമാണ്!
അത്തരമൊരു സുപ്രധാന സ്ഥാനത്തായിരുന്ന അപ്പസ്തോലനായ യോഹന്നാന് പോലും അവിടുത്തെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ നമുക്ക് അത്തരം കൃപ ലഭിക്കുന്നു. അതിനാൽ നാം എത്ര അനുഗ്രഹീതരാണെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത്. നമുക്ക് ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യം നോക്കാം. 1-ാം അധ്യായം 26-ാം വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നമുക്ക് മനുഷ്യരാശിയെ ഉണ്ടാക്കാം എന്ന് ദൈവം പറഞ്ഞു. എന്നിട്ടും മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് ഒരേയൊരു ദൈവം മാത്രമാണെന്ന് മറ്റ് സഭകൾ പഠിപ്പിക്കുന്നു. എന്നിരുന്നാലും മനുഷ്യരാശിയെ സൃഷ്ടിച്ചവനെ നാം എന്ന് ബൈബിൾ ആവിഷ്കരിക്കുന്നതിനാൽ സ്രഷ്ടാവായ ദൈവം ഒന്നല്ലെന്ന് വ്യക്തമല്ലേ? അപ്പോൾ നാം ബൈബിളിലെ ഒരു വാക്ക് പോലും മാറ്റുന്നത് ശരിയാണോ? നാം ബൈബിളിലെ ഒരു വാക്കുപോലും ഒരിക്കലും മാറ്റരുതെന്ന് ആവർത്തന പുസ്തകത്തിലും വെളിപ്പാടിലും എഴുതിയിരിക്കുന്നു. അതിനാൽ ഇവിടെ നാം എന്ന പദം ഒരു ഏകവചന പദപ്രയോഗമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മനുഷ്യനെ സൃഷ്ടിച്ചത് ഏക ദൈവം അല്ലായിരുന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും, അല്ലേ? ദയവായി ഇത് സൂക്ഷ്മമായി പരിശോധിക്കുക. വാക്യം 27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. അവിടുന്ന് എന്താണ് സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആരുടെ സ്വരൂപത്തിലാണ് ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടത്? അവർ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന് പുരുഷരൂപം മാത്രമല്ല, ദൈവത്തിന് സ്ത്രീരൂപവും ഉള്ളതിനാൽ ദൈവം എന്താണ് പറഞ്ഞത്? നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ പുരുഷരൂപത്തെ പിതാവായ ദൈവം എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്ത്രീ സ്വരൂപത്തെ നാം എന്താണ് വിളിക്കേണ്ടത്? അവളെ മാതാവായ ദൈവം എന്ന് വിളിക്കണം. നാം ബൈബിളിൽ നോക്കുമ്പോൾ മനുഷ്യരാശിയെ സൃഷ്ടിച്ച പിതാവായ ദൈവവും മാതാവായ ദൈവവുമായ നമ്മുടെ ആത്മീയ രക്ഷകർത്താക്കളുടെ അസ്തിത്വം തിരിച്ചറിഞ്ഞ് നമുക്ക് സത്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. പുരുഷ സ്വരൂപത്തിൽ പിതാവായ ദൈവമുണ്ട്, എന്നാൽ മറ്റാരും കൂടെയാണ് അവിടെ ഉള്ളത്. സ്ത്രീ സ്വരൂപത്തിൽ ഉള്ള മാതാവായ ദൈവവുമുണ്ട്. നാം നമ്മുടെ പിതാവിനെ സ്തുതിക്കുകയും അവിടുത്തെക്കുറിച്ച് പ്രശംസിക്കുകയും നമ്മുടെ മാതാവിന്റെ തേജസ്സിനെ സ്തുതിക്കുകയും അവൾക്ക് സ്തോത്രം ചെയ്യുകയും വേണം. യെശയ്യാവ് 62-ാം അധ്യായത്തിൽ യെരൂശലേമിനെക്കുറിച്ച് പ്രശംസിക്കാനുള്ള കാവൽക്കാരന്റെ ദൗത്യം നാം സ്വീകരിച്ചതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം യെരൂശലേമിനെക്കുറിച്ച് ലോകത്തോട് പ്രശംസിക്കാനാം. നമുക്ക് അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉറവിടമുണ്ട്. പണ്ട് കുട്ടികൾ കളിസ്ഥലത്ത് വെച്ച് അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് വീമ്പിളക്കുമായിരുന്നു. ഹേയ്, എന്റെ അച്ഛൻ ശക്തനാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛൻ വളരെ സുന്ദരനാണ്. ഇക്കാര്യത്തിൽ നാം നമ്മുടെ ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കണം. വായ് കനക്കുന്നത് നല്ലതാണെങ്കിലും ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കണം. ദൈവം ഈ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ യൂണിറ്റിനും എൻ്റെ ഗ്രൂപ്പിനും നൽകി. അവിടുന്ന് നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹങ്ങൾ നൽകി. നിങ്ങൾ പെസഹ ആചരിക്കണമെന്ന് നിങ്ങളോട് പറയുന്ന ഒരു പിതാവുണ്ടോ? പുതിയ നിയമത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന മാതാവ് നിങ്ങൾക്കുണ്ടോ? പിതാവിലൂടെയും മാതാവിലൂടെയും ശബ്ബത്ത് ദിനം നാം അറിഞ്ഞില്ലേ? സിയോൻ മക്കൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കുകയും വേണം. അതുകൊണ്ടാണ് നാം ദൈവത്തെ അംഗീകരിക്കുവാനും എപ്പോഴും അവിടുത്തെ അറിവാൻ നാം ഉത്സാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഹോശേയ പ്രവാചകൻ പറഞ്ഞത്. നമുക്ക് ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഹോശേയ 6-ാം അധ്യായം 3-ാം വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. ദൈവത്തെ അംഗീകരിക്കുക എന്നതിനർത്ഥം ദൈവത്തെ അറിയുക എന്നല്ലേ?
ദൈവത്തെക്കുറിച്ച് അറിയുവാൻ നാം എല്ലാ ശ്രമങ്ങളും നടത്തണം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. നമുക്ക് 6-ാം വാക്യത്തിലേക്ക് പോകാം. 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യാഗത്തിലല്ല, ദായയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവം മറ്റെന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ഇവിടെ ആയിരക്കണക്കിന് ആരാധന സേവനങ്ങളും യാഗങ്ങളും പ്രാർത്ഥനകളും പ്രധാനമാണെങ്കിലും എല്ലാറ്റിനുമുപരിയായി നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ അംഗീകാരം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ഉള്ള അനേകം സഭകൾ ദൈവത്തെ അറിയുന്നുണ്ടോ? അവരുടെ ചിന്തകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ദൈവത്തെ അവർ സേവിക്കുന്നു. മറുവശത്ത് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്ന ദൈവത്തെ നാം ഇപ്പോൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നില്ലേ? ഏത് അടിസ്ഥാനത്തിലാണ് നാം ഇത് നമ്മുടെ പിതാവാണ്, ഇത് നമ്മുടെ മാതാവാണ് എന്ന് പറയുന്നത്? എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന തിരുവെഴുത്തുകളാണിവ. 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന യേശു ഇത് നമുക്ക് വ്യക്തമാക്കി തന്നു. ബൈബിളിൽ സാക്ഷ്യമില്ലെങ്കിൽ നാം അത് വിശ്വസിക്കേണ്ടതില്ല. എന്നാൽ ബൈബിളിൽ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ നാം അത് വിശ്വസിക്കേണ്ടതല്ലേ? യെശയ്യാവ് 25-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ഇതാ നമ്മുടെ ദൈവം, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. സത്യദൈവത്തെ തിരിച്ചറിയുവാനുള്ള അടയാളങ്ങൾ നമുക്കുണ്ട്. അടയാളങ്ങളായ മട്ടൂറിയ വീഞ്ഞും മരണത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന വിരുന്നും. ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്തി. അപ്പോൾ ഏതുതരം വീഞ്ഞിന് മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയാൻ കഴിയും? ആയിരക്കണക്കിന് വീഞ്ഞുകൾ ലോകത്തുണ്ട്. അവയിൽ ഏത് വീഞ്ഞിനാണ് മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുവാൻ കഴിയുന്നത്? പുതിയ നിയമത്തിന്റെ പെസഹയുടെ വീഞ്ഞല്ലാതെ മറ്റേതെങ്കിലും വീഞ്ഞു ഉണ്ടോ? ദൈവം പറഞ്ഞു, നിങ്ങൾ ബൈബിളിനെ ഉത്സാഹപൂർവ്വം പഠിക്കുന്നു, കാരണം അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന തിരുവെഴുത്തുകളാണിവ. അങ്ങനെയെങ്കിൽ പിതാവിനെയും മാതാവിനെയും കുറിച്ചുള്ള സാക്ഷ്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തണം. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം എന്താണ് പറഞ്ഞത്? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവം ഏക ദൈവമല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? ദൈവം മനുഷ്യരാശിയെ ഏതെങ്കിലും ദൂതന്റെ സ്വരൂപത്തിലല്ല, ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടതിനാൽ പുരുഷ പ്രതിച്ഛായയിൽ ഒരു ദൈവവും സ്ത്രീ പ്രതിച്ഛായയിൽ ഒരു ദൈവവും ഉണ്ടെന്നാണ് ഇതിനർത്ഥം. മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവം നമുക്ക് ജീവൻ നൽകുകയും നമ്മുടെ അസ്തിത്വം അനുവദിക്കുകയും ചെയ്യുന്നു. നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിനു മുമ്പ് പിതാവായ ദൈവവും മാതാവായ ദൈവവും ഉണ്ടായിരുന്നില്ലേ? അതിനാൽ ഗലാത്യർ 4-ാം അധ്യായത്തിലൂടെ മാതാവായ ദൈവത്തെക്കുറിച്ചും മത്തായി 6-ാം അധ്യായത്തിലൂടെ പിതാവായ ദൈവത്തെക്കുറിച്ചും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്രഷ്ടാക്കളായ സ്വർഗീയ പിതാവിനും സ്വർഗീയ മാതാവിനും നാം നിത്യമായ നന്ദിയും മഹത്വവും സ്തുതിയും നൽകണം. കാരണം യെശയ്യാവ് 53-ാം അധ്യായം അനുസരിച്ച് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം സ്വർഗീയ പിതാവ് പീഡിപ്പിക്കപ്പെടുകയും തുളയ്ക്കപ്പെടുകയും ചമ്മട്ടികൊണ്ട് അടിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ യെശയ്യാവ് 50-ാം അധ്യായത്തിലെ വാക്കുകൾ പരിശോധിച്ചാൽ സ്വർഗീയ മാതാവ് അനുഭവിച്ച എല്ലാ വേദനകളും സങ്കടങ്ങളും ആത്യന്തികമായി സ്വർഗത്തിൽ അവളുടെ മക്കളുടെ പാപങ്ങളും അതിക്രമങ്ങളും കാരണമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയില്ലേ? അപ്പോൾ ബൈബിൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ദൈവത്തിന് നന്ദി നൽകുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ബൈബിൾ ഈ വാക്കുകൾ ആവർത്തിച്ച് രേഖപ്പെടുത്തി. അങ്ങനെയെങ്കിൽ
ദൈവം എവിടെ വസിക്കുന്നു? ഏതു ദൈവത്തെ നാം സ്തുതിക്കുകയും പ്രശംസിക്കുകയും വേണം? നമുക്ക് യെശയ്യാവ് 33 അധ്യായത്തിലേക്ക് പോകാം. യെശയ്യാ 33 അധ്യായം 20 നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. നിന്റെ കണ്ണ് യെരൂശലേമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറ് ഒന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. അവിടെ ഈ സ്ഥലം എവിടെയാണ്? സിയോനിൽ. മഹിമയുള്ളവനായ ദൈവം യഹോവ നമുക്കു. ദൈവം നമ്മോടുകൂടെ സിയോനിൽ വസിക്കും. വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. തണ്ടുവച്ച പടക് അതിൽ നടക്കയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നുപോകുകയുമില്ല. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്. അവിടുന്ന് എന്തു ചെയ്യും? അവൻ നമ്മെ രക്ഷിക്കും. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും ദൈവം നമ്മെ എല്ലാവരെയും രക്ഷിക്കുമെന്ന് ബൈബിൾ നമ്മെ കാണിക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കും. നമുക്ക് 24 പോകാം. എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സിയോനിൽ വസിക്കുന്നവർക്ക് ഏതുതരം കൃപ ലഭിക്കും? അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും. ആർക്കാണ് പാപമോചനം വേണ്ടത്? അത് പാപികൾക്കാണ്. പാപമില്ലെങ്കിൽ ബൈബിളിലെ ക്ഷമ എന്ന വാക്കിന് അർത്ഥമില്ലാതെയാകും. നാം പാപം ചെയ്തതിനാൽ പാപമോചനം എന്ന പദം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 സിയോനിൽ വസിക്കുന്നവർക്ക് ദൈവം എന്ത് കൃപയാണ് നൽകുന്നത്? അത് പാപമോചനമാണ്. അതുകൊണ്ട് യിരെമ്യാവ് 4 അധ്യായത്തിൽ ദൈവം എന്താണ് പറയുന്നത്? നിൽക്കാതെ സിയോനിലേക്ക് ഓടിപ്പോകുവിൻ. വൈകാതെ സിയോനിലേക്ക് പോകാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകം 31 അധ്യായം നോക്കാം. യിരെമ്യാവ് പുസ്തകം 31 അധ്യായം 31 ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും അവിടുന്ന് എന്തു ചെയ്യും? പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നു യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ സിയോനിൽ പുതിയ നിയമം സ്ഥാപിച്ച ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നാം അവിടുത്തെക്കുറിച്ച് സ്തുതിക്കാനും അവിടുത്തെക്കുറിച്ച് പ്രശംസിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ബൈബിളിലെ പ്രവചനങ്ങൾ അനുസരിച്ച് നാം പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ട ദൈവം സിയോനിൽ വസിക്കുകയും പുതിയ നിയമം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവം പറയുന്നു, ഞാൻ ഒരു പുതിയ നിയമം ചെയ്യും. ദൈവത്തിനല്ലാതെ ആർക്കും ഈ ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആരാണ് പുതിയ നിയമത്തിന്റെ നശിപ്പിക്കപ്പെട്ട സത്യം പുനഃസ്ഥാപിച്ച് എല്ലാ മക്കളെയും സിയോനിലേക്ക് നയിക്കുന്നത്? അത് പിതാവായ ദൈവവും മാതാവായ ദൈവവുമായ ആത്മാവും മണവാട്ടിയും അല്ലേ? ഇതുകൊണ്ടല്ലേ വെളിപ്പാട് 22 അധ്യായം 17 ആത്മാവും മണവാട്ടിയും വരിക എന്ന് പറയുന്നത്? ദൈവം സകല മനുഷ്യരാശിയെയും വിളിക്കുകയും പാപമോചനത്തിലേക്കും നിത്യജീവനിലേക്കും സ്വർഗരാജ്യത്തിലേക്കും അവരെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നാം ദൈവത്തെ സ്തുതിക്കുകയും അവന് നന്ദി അർപ്പിക്കുകയും അവിടുത്തെക്കുറിച്ച് ലോകത്തോട് പ്രശംസിക്കുകയും വേണം. ഞങ്ങളുടെ പിതാവും ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ശബ്ബത്ത് ഉണ്ടോ? പുതിയ ഉടമ്പടിയുടെ പെസഹ ഉണ്ടോ? ഇല്ല. നമുക്ക് രണ്ടുമുണ്ട്. നമ്മുടെ പിതാവ് പുതിയ നിയമം സ്ഥാപിച്ചു, നമ്മുടെ മാതാവാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനാൽ ഞങ്ങൾ അത് വിശ്വസ്തയോടെ ആചരിക്കുന്നു. പുതിയ നിയമമല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും? ഈ വിധത്തിൽ നാം പിതാവിനെയും മാതാവിനെയും കുറിച്ച് പ്രശംസിക്കാനാം. ദൈവം ഒരിക്കലും വ്യർത്ഥമായി ഒന്നും പറയുന്നില്ല, അല്ലേ? ഒരു പെട്ടകം പണിയാൻ ദൈവം നോഹയോട് പറഞ്ഞപ്പോൾ ഭൂമിയെ മൂടാൻ കഴിയുന്ന കടലല്ലാതെ മറ്റെവിടെയെങ്കിലും വെള്ളമുണ്ടെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല.
അപ്പോൾ യാതൊരു കാരണവുമില്ലാതെയാണോ പെട്ടകം പണിയാൻ ദൈവം നോഹയോട് പറഞ്ഞത്? പെട്ടകത്തിലൂടെ മനുഷ്യരാശിയെ രക്ഷിക്കുവാനുള്ള ദൈവഹിതം ഉണ്ടായിരുന്നില്ലേ? ദൈവത്തിന്റെ കൽപ്പനകൾക്ക് പിന്നിൽ അവിടുത്തെ അനന്തമായ പദ്ധതിയുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മോട് ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുക, യെരൂശലേമിലെ കാവൽക്കാർക്ക് വിശ്രമം നൽകരുത്. അവൾ ലോകത്തിൽ മഹത്വം പ്രാപിക്കുന്നതുവരെ അവർ സകല ജനതകളോടും അവളുടെ മഹത്വം ഘോഷിക്കുകയും അവളെക്കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യട്ടെ. ദൈവം കൽപ്പിക്കുന്നതുപോലെ നാം ചെയ്യേണ്ടതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ജോലിസ്ഥലങ്ങളിലും നമ്മുടെ സ്കൂളുകളിലും സൈന്യത്തിലും നമ്മുടെ അയൽക്കാരോടും നമ്മുടെ പരിചയക്കാരോടും നമ്മുടെ സുഹൃത്തുക്കളോടും നാം എപ്പോഴും ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കാനാം. പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും കുറിച്ച് നാം പ്രശംസിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ഈ ലോകത്തിൽ നിന്ന് ഇരുട്ട് ക്രമേണ പിൻവാങ്ങുന്നു. ഒന്നിനു പകരം 10 വിളക്കുകളും 10നു പകരം 100ഉം 100നു പകരം 1000 വിളക്കുകളും ഉള്ളപ്പോൾ ലോകം കൂടുതൽ തിളക്കമുള്ളതാവുന്നില്ലേ? പണ്ടുകാലത്ത് മാനുഷിക നിയമങ്ങൾ ഭൂമിയുടെ മേൽ ആധിപത്യം പുലർത്തി. എന്നാൽ ഇപ്പോൾ അവർക്ക് അവരുടെ ശക്തി നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണത്? ശബ്ബത്ത് ദിനത്തെക്കുറിച്ചും പെസഹയെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും സ്വർഗീയ പിതാവിനെക്കുറിച്ചും കൂടുതൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സാത്താന് അവന്റെ ശക്തി നഷ്ടപ്പെടുന്നു. അങ്ങനെ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും സ്വർഗീയ പിതാവിന്റെയും മാതാവിന്റെയും മഹത്വം ശരിയായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മഹത്തായ നിമിഷം വരില്ലേ? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നാം ആർപ്പെടുന്നുണ്ടെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ കണ്ണിൽ ദൃശ്യലോകം അതിമനോഹരമായി കാണപ്പെടുന്നതുകൊണ്ടാണത്. എന്നിരുന്നാലും നമുക്ക് സത്യത്തിന്റെ വചനത്തിലൂടെ എന്തുകൊണ്ടാണ് പെസഹ അപ്രത്യക്ഷമായതെന്നും ആരാണ് ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ ലംഘിക്കാൻ ഇടയാക്കിയതെന്നുമുള്ള മുഴുവൻ യാഥാർത്ഥ്യവും അറിയിക്കുകയാണ്. ദൈവവചനം ഒരു ആത്മീയ രാജകീയ കൽപ്പനയാണ്. എന്നാൽ സാത്താൻ ഈ കൽപ്പന മാറ്റിയതിനാൽ മനുഷ്യരാശി അവനെ അനുഗമിക്കുന്നു. അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുകയും അവനെക്കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യേണ്ടത്. പെട്ടകത്തിന്റെ കൃത്യമായ രൂപകൽപ്പനയും അളവുകളും ദൈവം നോഹയ്ക്ക് എങ്ങനെ നൽകി എന്ന് ചിന്തിക്കുക. ഇന്നും നാം എങ്ങനെയാണ് സുവിശേഷവൽക്കരണം നടത്തേണ്ടത് എന്ന് ദൈവം നമ്മോട് പറയുന്നു. അവർ കേട്ടാലും ഇല്ലെങ്കിലും അവരെ അറിയിക്കുക. അതിനുശേഷമുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കും. ഇതാണ് സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും ഹിതം. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിൽ പിതാവിന്റെയും മാതാവിന്റെയും ഉപദേശം കൊത്തിവയ്ക്കുമ്പോൾ സുവിശേഷത്തിന്റെ ഫലം കാണാൻ നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകം അധ്യായം 3 തിരിയാം. യിരെമ്യാവ് 3:17 നമുക്ക് നോക്കാം. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ, അവർ യെരൂശലേമിനെ എന്തു വിളിക്കും? സിംഹാസനം എന്നു പേരാകും. സകല ജാതികളും അവിടേക്ക്. അവർ എവിടെ ഒത്തുചേരും? യെരൂശലേമിലേക്ക് തന്നെ. യഹോവയുടെ നാമം നിമിത്തം വന്നുചേരും. മീതെയുള്ളതും സ്വതന്ത്രയുമായ യെരൂശലേം ആരാണ്? അങ്ങനെ സകല ജാതികളും മാതാവിന്റെ അടുക്കലേക്ക് വരും. അയ്യോ, സ്വർഗീയ മാതാവ് യെരൂശലേം ഈ ഭൂമിയിൽ വന്ന് നമ്മെ വിളിക്കുന്നുവെന്ന് എന്റെ അയൽവാസിയായ ആ സ്ത്രീ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വേഗം പോകണം എന്ന് തോന്നുന്നു എന്ന് പലരും ഇങ്ങനെ പിന്നീട് പറയത്തക്കവണ്ണം നാം പ്രഘോഷിക്കണം. അവർ ഇതിനെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും അവരോട് പ്രസംഗിക്കാതെ അവർക്ക് എങ്ങനെ കേൾക്കാനാകും? റോമറിലെ വചനം നമ്മോട് പറയുന്നതുപോലെ നാം പ്രസംഗിച്ചില്ലെങ്കിൽ അത്തരമൊരു സംഭവം നടക്കുമോ? ഇവിടെ എഴുതിയിരിക്കുന്നതുപോലെ തന്നെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. വാക്യം 18. ആ കാലത്ത് യഹൂദാഗൃഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ചു വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും.
ഈ വർഷം എല്ലാ ദേശങ്ങൾക്കും യെരൂശലേമിൽ കൂടിവരാൻ കഴിയത്തക്കവണ്ണം നമുക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും മഹത്വം ജാഗ്രതയോടെ പ്രഖ്യാപിക്കാം. യെശയ്യാവ് 60-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് നോക്കാം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും ഇത് ലോകം മുഴുവനെയും ഉൾക്കൊള്ളുന്നു. കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും. 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മേഘങ്ങളെപ്പോലെയും പ്രാവുകളെപ്പോലെയും തങ്ങളുടെ കൂടുകളിലേക്ക് പറക്കുന്ന ഇവർ ആർ. 12-ാം വാക്യത്തിൽ നിന്നെ സേവിക്കാത്ത ജാതിയോ രാജ്യമോ നശിച്ചു പോകും എന്ന് പറയുന്നു. 22-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ചെറിയവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്കസമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും എന്ന് ദൈവം പറയുന്നു. അങ്ങനെ അവൾ ലോകത്തിൽ നിന്ന് സ്തുതി സ്വീകരിക്കുന്നതുവരെ യെരൂശലേമിലെ കാവൽക്കാർ അവളുടെ മഹത്വം ജാഗ്രതയോടെ പ്രസംഗിക്കണം. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് യെശയ്യാവ് 49-ാം അധ്യായം 18-ാം വാക്യം നോക്കാം. 49-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തലപൊക്കി ചുറ്റും നോക്കുക, ഇവർ എല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു. എന്നാണ് നീ അവരെയൊക്കെയും ആഭരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരയ്ക്ക് കെട്ടുകയും ചെയ്യും എന്നു യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ ശൂന്യസ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും. നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും. നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു, പാർപ്പാൻ സ്ഥലം തരിക എന്നു നിന്നോട് പറയും. ഇവിടെയും ഇവർ എല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു എന്ന് പറയുന്നു. ഇടവിടാതെ ദിനം പ്രതി ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കണമെന്ന് സങ്കീർത്തനങ്ങളുടെ രചയിതാവ് നമ്മോട് പറഞ്ഞു. അപ്പോൾ പിതാവായ ദൈവം മാത്രമേ ഉള്ളോ? നമുക്ക് മാതാവായ ദൈവവുമുണ്ട്. പിതാവിനെയും മാതാവിനെയും കുറിച്ച് നാം പ്രശംസിക്കാനാം. നാം ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കണമെന്ന് ബൈബിൾ ഊന്നിപ്പറയുന്നു. ഇന്ന് ഈ ശബ്ബത്ത് ദിനത്തിലൂടെ സ്രഷ്ടാക്കളായ പിതാവിനെയും മാതാവിനെയും കുറിച്ച് നമുക്ക് പ്രശംസിക്കാം. സിയോൻ മക്കളായ നമുക്ക് പിതാവായ ദൈവവും മാതാവായ ദൈവവും ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ. സകല മനുഷ്യരും ആത്മാവിൻ്റെയും മണവാട്ടിയുടെയും അടുക്കലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് ജീവജലം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ജീവജലം ഇല്ലാതെ അവർക്ക് നിത്യജീവൻ സ്വീകരിക്കാനും സാധിക്കുകയില്ല. അവർക്ക് നിത്യജീവൻ ഇല്ലെങ്കിൽ അവർക്ക് പാപമോചനം ലഭിക്കില്ല. പാപമോചനമില്ലാതെ അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുമില്ല. അതിനാൽ നാം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ശബ്ബത്തും പുതിയ നിയമവും നൽകിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൃപയ്ക്ക് നാം നന്ദിയുള്ളവരാണ്. അവരെ കണ്ടുമുട്ടാൻ കഴിയുന്ന സിയോനിലേക്ക് നമ്മെ നയിച്ച പിതാവിൻ്റെയും മാതാവിൻ്റെയും കൃപയ്ക്കും നാം നന്ദിയുള്ളവരാണ്. ഈ സന്തോഷവാർത്ത നമ്മിൽ തന്നെ വയ്ക്കാതെ അത് പ്രചരിപ്പിക്കാം. അപ്പോൾ അത്ഭുതകരമായ ആ നിമിഷം തീർച്ചയായും നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിശ്വാസവും ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നിരുന്നാലും ലോകം ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അവരുടെ വിശ്വാസം ദൈവവചനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതല്ല. എപ്പോഴാണ് യേശു നമ്മോട് ഞായറാഴ്ച ആരാധന ആചരിക്കാൻ പറഞ്ഞത്? എല്ലാം സ്വയം നിർമ്മിതമാണ്, അത് വ്യാജമാണ്. സ്വർഗത്തിൽ നാം ചെയ്തതിനനുസരിച്ച് ദൈവം പ്രതിഫലം നൽകും. അങ്ങനെ ഈ ഭൂമിയിൽ നാം വേണ്ടത്ര പ്രയത്നിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ സ്വർഗരാജ്യത്തിനു വേണ്ടി വളരെയധികം ശേഖരിക്കാൻ നാം പരിശ്രമിക്കണം.
പ്രഭാത പ്രാർത്ഥനകൾ അർപ്പിച്ചു കൊണ്ടിരിക്കവേ ഇതിനെക്കുറിച്ചുള്ള ചിന്ത പെട്ടെന്നു എൻ്റെ അടുക്കൽ വന്നു. ഈ വിശുദ്ധ ശബ്ബത്ത് ദിവസത്തിലൂടെ നിങ്ങൾ ഹൃദയം നിറഞ്ഞ മഹത്വവും നന്ദിയും പിതാവിന് നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.